അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ള ടോപ്പിക്ക് ഫയൽ പെർമിഷൻസ് ആണ്. അപ്പോൾ ഫയൽ പെർമിഷൻസിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ലിനക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ യുണിക്സിൻ്റെ അകത്ത് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മൾ ഫയൽസിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഓതറൈസേഷൻ ലെവൽസ്, അതിലെ ഡാറ്റാസ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ലിനക്സ് ഇസ് എ ക്ലോൺ ഓഫ് യുണിക്സ്, അതായത് അതൊരു കോമ്പിനേഷനാണ് ലിനക്സ് യുണിക്സിൻ്റെ. അപ്പോൾ നമുക്കറിയാം ലിനക്സ് എന്ന് പറഞ്ഞ ഒരു മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സ് അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിനക്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെയിൻ ഫ്രെയിമിൻ്റെ അകത്ത് സെർവേഴ്സിനൊരു മോഡിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിനക്സ്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഡാറ്റ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് കുറച്ച് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഓതറൈസേഷനാണ് നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ ഇമെയിൽ സെക്യൂരിറ്റി ആണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു ഓതറൈസേഷൻ ലെവൽ ഉണ്ടല്ലോ. അതായത് ഓതറൈസേഷൻ സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, നമ്മൾ വെരിഫൈ ചെയ്യും അല്ലേ, യൂസർ റിലവൻ്റ് ആയിട്ടുള്ള യൂസറാണോ നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ലിനക്സിൻ്റെ അകത്തും നമ്മളൊരു ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓതറൈസേഷൻ ലെവൽസ് ഉണ്ട്. അപ്പോൾ ആ ലെവൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞത് ഓണർഷിപ്പാണ്, പിന്നെ സെക്കൻഡ് വൺ പെർമിഷനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓണർഷിപ്പ് എന്താണെന്ന് നോക്കാം. ഓണർഷിപ്പ് ഓഫ് ലിനക്സ് ഫയൽസ്. അപ്പോൾ നമുക്കറിയാം ഒരു ലിനക്സ് ഡയറക്ടറീൻ്റെ അകത്തുള്ള എല്ലാ ഫയൽസിനും ഒരു ഓണർ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഏതൊരു ഫയലിനാണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓണർ ഉണ്ടാവും. അപ്പോൾ അതിന് 3 ടൈപ്പ് ഓഫ് ഓണറായിട്ടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ഓണേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് യൂസറാണ്. അപ്പോൾ യൂസർ എന്ന് പറഞ്ഞത് യൂസർ ഈസ് എ ഓണർ ഓഫ് ഫയൽ, അതായത് ആ ഫയൽ ക്രിയേറ്റ് ചെയ്തത് ആരാണോ അതാണ് ആ ഫയലിൻ്റെ യൂസർ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ ഓണറാണ് യൂസർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് പേഴ്സൺ ആരാണോ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ, അപ്പോൾ നമുക്ക് അയാളെ എന്ത് വിളിക്കാം, അതിൻ്റെ ഓണർ എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് ഗ്രൂപ്പാണ് അടുത്ത ഓണർഷിപ്പ്. ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ യൂസർ, അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്, അതായത് നമുക്ക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്താൽ അവരത് ആ പെർട്ടിക്കുലർ ടൈമിൻ്റെ അകത്ത് നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. അതായത് നമ്പർ ഓഫ് പീപ്പിൾസ് ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു നമ്പർ ഓഫ് പീപ്പിൾസ് ഉണ്ട് ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആക്സസ് ചെയ്യാൻ പറ്റിയുള്ള ഫയൽസൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് അവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെന്താ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് അതിനുള്ള പെർമിഷൻസ് അതിൽ ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ യൂസറിനും ഇന്ന ഫങ്ഷൻസ് ആണ് ചെയ്യാനുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവർക്ക് ഹെൽപ്പ് ആവുമല്ലോ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയർ ആവും. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഫങ്ഷൻസ് അവർക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എന്തൊക്കെ പെർമിഷൻസ് ആണ് ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഗ്രൂപ്പിലെ ഈച്ച് പേഴ്സൺസിന് ഒരു അവെയർനെസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സിന് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ, വേറൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അത് അറിയാൻ പറ്റില്ല. ആ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിന് മാത്രം അറിഞ്ഞിരിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവരെ പെർമിഷൻസ് ഗ്രാൻറ്റ് ചെയ്യാം, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതത് സമയത്ത് ചെയ്യാം. അപ്പോൾ അതാണ് ഒരു ഗ്രൂപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ഓണർഷിപ്പ് അതറാണ്. അപ്പോൾ അതർ എന്ന് വെച്ചാൽ നമ്മൾ പറയാം ഇനി അതർ യൂസേഴ്സ് ഹു ക്യാൻ ആക്സസ് ടു എ ഫയൽ, അതായത് ഏതൊരു യൂസറാണോ പുറത്തുനിന്നൊരു യൂസർ വന്ന് ആർക്കെങ്കിലും ആവശ്യമുള്ള ഫയൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കത് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു ഓണർഷിപ്പിനാണ് നമ്മൾ അതർ എന്ന് പറയുക. അപ്പോൾ അതിനകത്ത് പെർമിഷൻ എന്ന് വെച്ചാൽ അവർ എന്താണോ അവർക്ക് ആവശ്യമുള്ളത്, വാട്ട് ആക്ഷൻ ആക്ച്വലി ദേ ക്യാൻ പെർഫോം, അവർക്ക് എന്ത് ആക്ഷനാണോ വേണ്ടത് അല്ലെങ്കിൽ എന്താണോ അതിൽ ചെയ്യേണ്ടതെന്ന് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്കത് പെർഫോം ചെയ്യാം. അപ്പോൾ അതാണ് അതർ എന്നുള്ള ഓണർഷിപ്പിൻ്റെ അകത്ത് വരുന്നത്.
അപ്പോൾ ഈ പേഴ്സൺ എന്താണ്, അപ്പോൾ ഈ അതറിൻ്റെ അകത്ത് വരുന്നത് നമുക്കറിയാം, ആക്ച്വലി അതിൻ്റെ അകത്ത് വരുന്നത് ക്രിയേറ്റ് ചെയ്ത ആളൊന്നുമല്ല, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ഓണറല്ല. അതായത് യൂസറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഓണറോ ഒന്നും അല്ല, പുറത്തുനിന്ന് ഒരാളാണ് വരുന്നത്. അതായത് പ്രാക്ടിക്കലി ഇറ്റ് മീൻസ്, അതായത് എവരിബഡി ആരാണോ ലിനക്സ് യൂസ് ചെയ്യുന്നത് അവർക്ക് അതിനുള്ള പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലിനക്സിൻ്റെ അകത്ത് അവർക്കുള്ള പെർമിഷൻ, അതായത് ആർക്ക് വേണമെങ്കിലും ആ ഒരു ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതേഴ്സിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് പെർമിഷൻസ് ആണ്. സെക്കൻഡ് ലെവൽ ഓഫ് ഓതറൈസേഷൻ എന്ന് പറയുന്നത് പെർമിഷനാണ്. പെർമിഷൻ എന്ന് വെച്ചാൽ ഒരു ഡയറക്ടറീൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ലിനക്സ് ഡയറക്ടറീൻ്റെ അകത്ത് എല്ലാ ഫയലിനും നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് എന്തായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, 3 ടൈപ്പ് ഓഫ് ഓണേഴ്സ് ഉണ്ട്. അപ്പം 3 ഓണേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി 3 പെർമിഷനും ഗ്രാൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 3 ഓണേഴ്സിനും 3 പെർമിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ 3 പെർമിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് റീഡാണ്. അപ്പോൾ ഈ റീഡ് എന്ന പെർമിഷൻ്റെ അകത്ത് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം, അതായത് പെർമിഷൻ ദാറ്റ് യു ഗീവ്സ് യു ടു അതോറിറ്റി ടു റീഡാണ്. അതായത് നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാം, നമുക്കത് റീഡ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് റീഡ് ചെയ്യാം. അതിനുള്ള പെർമിഷനാണ് റീഡ് എന്നുള്ള അതിൻ്റെ അകത്ത് നമുക്കുള്ളത്. അതായത് ആ ഡയറക്ടറീൻ്റെ അകത്ത് നമുക്കൊരു ലിസ്റ്റ് ഓഫ് കണ്ടൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് അത് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ അതാണ് റീഡ് എന്ന പെർമിഷൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അടുത്തത് റൈറ്റാണ്. റൈറ്റിൻ്റെ അകത്ത് എന്താണ്, റൈറ്റിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം, കണ്ടൻസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അതായത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫയൽസിനെ റീനെയിം ചെയ്യാനുണ്ടെങ്കിൽ റീനെയിം ചെയ്യാം. ഇതെല്ലാമാണ് റൈറ്റ് എന്ന പെർമിഷൻ്റെ അകത്ത് ഗ്രാൻറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ്. പിന്നെ നമ്മൾ സപ്പോസ് അതായത് ഒരു റൈറ്റ് പെർമിഷൻ ഒരു ഫയലിൻ്റെ അകത്തുണ്ട്, പക്ഷേ അത് ആ ഡയറക്ടറീൻ്റെ അകത്ത് ഫയൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് അത് മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഡയറക്ടറീൻ്റെ അകത്ത് അത് ഫയൽ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സാധാ ചെയ്യുന്ന പോലെ മോഡിഫൈ ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഡയറക്ടറീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാത്ത ഫയലാണെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻസ്. അതേപോലെ തന്നെ നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ മൂവ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഫയലിൻ്റെ അകത്തുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അത് ഡയറക്ടറീൻ്റെ അകത്ത് സ്റ്റോർഡ് അല്ല ആ ഫയൽ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് റൈറ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. സപ്പോസ് ഞാൻ പറഞ്ഞത് അത് ഡയറക്ടറീൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാത്തൊരു ഫയലാണെങ്കിൽ എന്നാണ് കേട്ടോ. പിന്നെ അടുത്ത പെർമിഷൻ എക്സിക്യൂട്ടാണ്. അപ്പോൾ എക്സിക്യൂട്ട് എന്ന് വെച്ചാൽ അതായത് നമുക്ക് സപ്പോസ് നമ്മൾ വിൻഡോസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ടിട്ടല്ലേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, യൂഷ്വലി എന്ത് യൂസ് ചെയ്തിട്ടാണ്, സാധാരണ നമ്മൾ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും അല്ലേ, .exe എന്നുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് നമുക്ക് പെട്ടെന്ന് ഈസിലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ, നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ .exe എന്നുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് റൺ ചെയ്യുക. അപ്പോൾ ഈ ലിനക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ യൂണിക്സിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനൊരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള പെർമിഷൻ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ വിൻഡോസിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഇങ്ങനെ .exe എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിട്ടൊന്നും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല പ്രോഗ്രാം. അപ്പോൾ നമ്മൾ മുന്നേ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. മോഡിഫൈ ചെയ്യാൻ പറ്റും, പക്ഷേ മോഡിഫൈ ചെയ്യാനും നമുക്ക് കാണാനും ഒക്കെ പറ്റും, പക്ഷെ അത് റൺ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കാണാനും മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ അത് റൺ ചെയ്യാൻ പറ്റില്ല.